വള്ളിയൂരിൽ ഇരുന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ കാലത്തിലിരുന്ന് വള്ളിയൂരിൽ നിന്ന് നെയ്യാൻ വേണ്ടി ബാലവർമ്മ മഹാരാജ ഇവിടെ കൊണ്ട് കുടിയിരുത്തി. അതാണ് ഈ ബാലരാമപുരം എന്ന് പറഞ്ഞു വന്നത്. സ്ഥലനാമങ്ങൾ സാധാരണ രണ്ട് രീതിയിലാണ് പ്രധാനമായി രൂപപ്പെടാറുള്ളത്. ഒന്ന്, അതിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് അതിൻ്റെ ഉയർച്ച, താഴ്ച, നിരപ്പ്, ജലസാന്നിധ്യം അതൊക്കെ വെച്ചുകൊണ്ട് സ്ഥലനാമങ്ങൾ രൂപപ്പെടാറുണ്ട്. രണ്ടാമത്, കൃത്രിമമായി നമ്മൾ സൃഷ്ടിക്കപ്പെടുന്ന സ്ഥലനാമം. ചില വ്യക്തികളുടെ പേരിൽ, ചില പ്രസ്ഥാനങ്ങളുടെ പേരിൽ, ചില സ്ഥാപനങ്ങളുടെ പേരിൽ, ചില സംഭവങ്ങളുടെ പേരിലൊക്കെ നമ്മൾ ചാർത്തിക്കൊടുക്കുന്ന സ്ഥലനാമങ്ങൾ. അത്തരത്തിലൊരെണ്ണമാണ് ബാലരാമപുരം. നെയ്യാറ്റിൻകര താലൂക്കിലാണ്, അതായത് തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകരയ്ക്ക് പോകുന്ന ഹൈവേയിലാണ് ഈ ബാലരാമപുരം ഉള്ളത്. ഇതിൻ്റെ യഥാർത്ഥ പേര് അന്തിക്കാട് എന്നായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം 1798 അധികാരത്തിൽ വന്ന ബാലരാമവർമ്മയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്ന, അതായത് വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം അദ്ദേഹത്തെ തൂക്കിലിട്ടതിന് ശേഷം അധികാരത്തിൽ വന്ന ഉമ്മിണിത്തമ്പി രാജാവിൻ്റെ പ്രീതി പറ്റാൻ ചാർത്തിക്കൊടുത്ത പേരാണ് ബാലരാമവർമ്മപുരം എന്നാണ്. ഈ അന്തിക്കാട് എന്ന് പറയുന്ന സ്ഥലത്തിനെ ബാലരാമവർമ്മയുടെ പേരിൽ ബാലരാമവർമ്മപുരം എന്ന് പേരിടുകയും 5 ജാതിക്കാരുടെ തെരുവുകൾ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു. ബാലരാമവർമ്മപുരം ക്രമേണ പറഞ്ഞ് ബാലരാമപുരം ആയി ചുരുങ്ങുകയും ചെയ്തു. വർമ്മയെ ചുരുക്കി ബാലരാമപുരം എന്ന് അറിയപ്പെടുകയും ചെയ്തു.